നമസ്കാരം. മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ബാങ്കായ HDFC ബാങ്ക് ഇപ്പോൾ നേരിടുന്നത് വലിയൊരു വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. ഇന്ന് ബാങ്കിന്റെ ഓഹരി വില NSE 759 രൂപ വരെ താഴ്ന്ന സാഹചര്യമാണ് കണ്ടത്. ചെയർമാന്റെ രാജിക്ക് ശേഷം ഇതുവരെ ബാങ്കിന്റെ വിപണി മൂല്യത്തിൽ വലിയൊരു തുക ചോർന്നു പോയിട്ടുണ്ട്. HDFC ബാങ്കിന്റെ ഓഹരി വിലയിൽ വീണ്ടും ഇടിവുണ്ടായതിന്റെ പ്രധാന കാരണങ്ങൾ നമുക്കൊന്ന് നോക്കാം. മുൻ ചെയർമാൻ അദാനു ചക്രവർത്തിയുടെ രാജിക്കത്തിലെ ആരോപണങ്ങൾ സെബി പ്രാഥമികമായി പരിശോധിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്നതാണ് ആദ്യത്തെ കാരണം. ബാങ്ക് ബോർഡിലെ മറ്റ് ഡയറക്ടർമാർ തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിച്ചോ എന്നും നിക്ഷേപകരെ ബാധിക്കുന്ന വല്ല കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയോ എന്നും സെബി പരിശോധിക്കും. കഴിഞ്ഞ 2 വർഷത്തെ ബോർഡ് മീറ്റിംഗുകളുടെ മിനിറ്റ്സുകൾ സെബി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗവേണൻസ് നിയമങ്ങളുടെ ലംഘനം നടന്നിട്ടുണ്ടോ എന്ന് പ്രധാനമായിട്ട് നോക്കും. രണ്ടാമത്തെ കാരണം പ്രമുഖ വിദേശ ബ്രോക്കറേജ് സ്ഥാപനമായ ജെഫറീസ് HDFC ബാങ്കിലെ തങ്ങളുടെ നിക്ഷേപം പൂർണ്ണമായും ഒഴിവാക്കി എന്നതാണ്. ജെഫറീസിന്റെ ഇക്വിറ്റി സ്ട്രാറ്റജിസ്റ്റ് ക്രിസ് വുഡ് തന്റെ പോർട്ട്ഫോളിയോയിൽ നിന്ന് ബാങ്കിനെ മാറ്റി പകരം HSBCയെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് വിദേശ നിക്ഷേപകർക്കിടയിൽ വലിയൊരു നെഗറ്റീവ് സെന്റിമെന്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. മൂന്നാമത്തെ കാരണം പുതിയ ലോ ഫീമുകളുടെ നിയമനം നടത്തിയെന്ന അറിയിപ്പാണ്. സെബി അന്വേഷണം തുടങ്ങുന്നതിന് മുന്നോടിയായി ബാങ്ക് തന്നെ സ്വയം ഒരു ഗവേണൻസ് റിവ്യൂ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിനായി അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രമുഖ നിയമ സ്ഥാപനങ്ങളെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ അന്വേഷണ റിപ്പോർട്ട് വരുന്നത് വരെ വിപണിയിൽ അനിശ്ചിതത്വം തുടരുമെന്നാണ് ഈ വാർത്ത സൂചിപ്പിക്കുന്നത്. അതേസമയം മറുവശത്ത് ബാങ്കിന്റെ സ്ട്രാറ്റജി, ഭരണം, സിഇഒയുടെ പുനർനിയമനം എന്നിവയുമായി ബന്ധപ്പെട്ട് അദാനു ചക്രവർത്തിയും ശശിധർ ജഗദീശനും തമ്മിൽ മാസങ്ങളായി നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളാണ് രാജിയിലേക്ക് നയിച്ചതെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും ഉയർന്നു വന്നിട്ടുണ്ട്. രാജി അപ്രതീക്ഷിതമായിരുന്നുവെന്നും ഇതിന് പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കാൻ ബാങ്കിന് സാധിച്ചിട്ടില്ലെന്നും സിഇഒ ശശിധരൻ ജഗദീശൻ പറഞ്ഞിരുന്നു. പരാതികൾ ഔദ്യോഗികമായി അറിയിക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും പ്രത്യേക പരാതികളൊന്നും തന്നെ ലഭിച്ചിരുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ബാങ്ക് മാനേജ്മെന്റ് എല്ലാം ശുഭമാണെന്ന് അവകാശപ്പെടുമ്പോഴും സെബി പോലുള്ള ഒരു റെഗുലേറ്റർ അന്വേഷണത്തിന് ഇറങ്ങുന്നത് നിക്ഷേപകർക്കിടയിൽ പാനിക് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതുകൊണ്ടാണ് ബാങ്ക് 10ാം സ്ഥാനത്തുള്ള വമ്പനാണെങ്കിലും വില താഴേക്ക് പോകുന്നത്. നിക്ഷേപം തുടരണോ എന്ന കാര്യത്തിൽ ഈ സെബി അന്വേഷണത്തിന്റെ ബലം വരുന്നത് വരെ കാത്തിരിക്കുന്നത് തന്നെയാണ് ഉചിതം. കൂടുതൽ വ്യക്തത ലഭിക്കുന്നത് വരെ പുതിയ എൻട്രികൾ എടുക്കുന്നത് റിസ്ക് തന്നെയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ബാങ്കിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ വടംവലി ബാങ്കിന്റെ സുതാര്യതയും വിശ്വാസ്യതയും ബാധിക്കുമെന്ന പേടിയിലാണ് നിക്ഷേപകർ. എങ്കിലും ബാങ്കിന്റെ അടിസ്ഥാന സാമ്പത്തിക സ്ഥിതി അതിശക്തമാണെന്ന് സാമ്പത്തിക വിദഗ്ധർ ദലാൽ സ്ട്രീറ്റിൽ അഭിപ്രായപ്പെടുന്നു. നിലവിലെ വിലയിലെ ഇടിവ് ദീർഘകാല നിക്ഷേപകർക്ക് ലഭിച്ച ഒരു സ്ക്രീമിംഗ് ബൈ ഓപ്പർച്യൂണിറ്റി ആണെന്ന് പല അനലിസ്റ്റുകളും വ്യക്തമാക്കുന്നുണ്ട്. മറ്റ് ബാങ്കുകളെ അപേക്ഷിച്ച് HDFC ബാങ്ക് ഇപ്പോഴും സുരക്ഷിതമാണ് എന്നും വിദേശ നിക്ഷേപകരുടെ വിൽപ്പന താൽക്കാലികമാണെന്നും പലരും കരുതുന്നുണ്ട്. ലയനത്തിന് ശേഷം ബാങ്കിന്റെ ലാഭവും ആസ്തിയും വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും മാനേജ്മെന്റിലെ വടംവലി നിക്ഷേപകരെ പാനിക്കാക്കുന്നു. എങ്കിലും അദാനുവിന് പകരം വിക്രം ലിമായെ പോലുള്ള പരിചയസമ്പന്നരെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്നതും ഡോക്ടർ സുനിത മഹേശ്വരിയെ പോലുള്ളവരെ ബോർഡിൽ നിലനിർത്തുന്നതും സ്ഥിരത ഉറപ്പാക്കാനുള്ള ശ്രമങ്ങളാണ്. പുതിയതായി നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നവർ ഒറ്റയടിക്ക് പണം നിക്ഷേപിക്കാതെ കാത്തിരുന്ന് നിരീക്ഷിക്കുന്നതാണ് ഉചിതം. നിയമസ്ഥാപനങ്ങളുടെ റിപ്പോർട്ട് വരുന്നത് വരെ വിപണിയിൽ അസ്ഥിരത തുടരാൻ സാധ്യതയുള്ളതിനാൽ നിക്ഷേപകർ അതീവ ജാഗ്രത പാലിക്കുക. വാർത്ത വരുന്നതിന് തൊട്ടു മുൻപുള്ള വില എന്നത് വിപണി ആ ഓഹരിക്ക് നൽകിയിരുന്ന ഒരു ഫെയർ വാല്യൂ ആണ്. വാർത്ത വന്നതോടെ ആ വിശ്വാസത്തിന് പോറലേറ്റിരിക്കുന്നു. ഇനി വില പഴയ നിലവാരത്തിന് മുകളിലേക്ക് എത്തിയാൽ മാത്രമാണ് നിക്ഷേപകർ ആ വാർത്തയെ പൂർണ്ണമായും മറന്നുവെന്നും ബാങ്കിന്റെ പുതിയ മാനേജ്മെന്റിൽ അവർക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെന്നും നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കൂ. നിലവിൽ സെബി അന്വേഷണം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഒരു ക്ലീൻ ചിറ്റ് ലഭിക്കാതെ വില പഴയ നിലവാരത്തിലേക്ക് ഉയരാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് തന്നെ വില പഴയ നിലവാരത്തിന് മുകളിൽ പോയാൽ അതിന്റെ അർത്ഥം അന്വേഷണത്തിൽ ഗുരുതരമായ കണ്ടെത്തലുകൾ ഒന്നുമില്ല എന്ന് വിപണി ഉറപ്പിച്ചു കഴിഞ്ഞു എന്നാണ്. അതൊരു സേഫ് എൻട്രി പോയിന്റ് ആണ്. ചിലപ്പോൾ വില അല്പം ഉയർന്ന വീണ്ടും താഴേക്ക് പതിച്ചേക്കാം. ഇതിനെയാണ് ബുൾ ട്രാപ്പ് എന്ന് വിളിക്കുന്നത്. എന്നാൽ വാർത്തയ്ക്ക് മുൻപുള്ള റെസിസ്റ്റൻസ് ലെവൽ ഭേദിച്ച് മുകളിലേക്ക് പോവുകയാണെങ്കിൽ അതൊരു വ്യക്തമായ ബ്രേക്ക്ഔട്ട് തന്നെയായിരിക്കും. അവിടെ റിസ്ക് വളരെ കുറവുമായിരിക്കും. നിങ്ങളുടെ നിക്ഷേപ ശൈലി അനുസരിച്ച് 2 രീതികളാണ് ഇനി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നത്. അഗ്രസീവ് ഇൻവെസ്റ്റർ ആണെങ്കിൽ വില കുറയുമ്പോൾ വാങ്ങാം എന്ന തന്ത്രം പയറ്റുന്ന പ്രവണത ഉണ്ടാകും. ഇവർ ഇപ്പോൾ വാങ്ങും, പക്ഷെ അന്വേഷണ റിപ്പോർട്ട് എതിരായാൽ റിസ്ക്കും കൂടുതലാണ്. കൺസർവേറ്റീവ് ഇൻവെസ്റ്റർ ആണെങ്കിൽ ഇവർ വില പഴയ നിലവാരത്തിന് മുകളിൽ എത്തുന്നത് വരെ കാത്തിരിക്കും. ഇവിടെ ലാഭം അല്പം കുറവാണെങ്കിലും നിങ്ങളുടെ നിക്ഷേപം ഏറ്റവും സുരക്ഷിതമായിരിക്കും. നിങ്ങളൊരു സേഫ് പ്ലെയർ ആണെങ്കിൽ ഈ അനിശ്ചിതത്വങ്ങൾ മാറുന്നത് വരെയും വില പഴയ നിലവാരത്തിന് മുകളിൽ എത്തുന്നത് വരെയും കാത്തിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. വിപണിയിൽ പണം ഉണ്ടാക്കുന്നതിനേക്കാൾ പ്രധാനം പണം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത്.